നമസ്കാരം. ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമലോൺ കേസിൽ പിടിയിലായ എഡിസൺ ഒരു വമ്പൻ സ്രാവാണെന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക്. എഡിസൺ കൈകാര്യം ചെയ്തത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഒരു വർഷം പിടികൂടുന്നതിൻ്റെ 10 ഇരട്ടി ലഹരിയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇടപാടുകൾക്ക് എഡിസൺ ഉപയോഗിച്ചത് എൻക്രിപ്റ്റഡ് കോഡുകളായതിനാൽ ഇത് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് NCB. ആഗോള ലഹരി ഇടപാടുകാരുമായി എഡിസൺ അടുത്ത ബന്ധമുണ്ടെന്നും NCB കണ്ടെത്തി. ഡോക്ടർ സിയൂസ് കാർട്ടലുമായി എഡിസന് അടുത്ത ബന്ധമുണ്ടെന്നും ഈ കാർട്ടലിൽ നിന്നാണ് എഡിസൺ ആവശ്യമായ ലഹരി എത്തിച്ചു നൽകിയിരുന്നതെന്നും NCB നേരത്തെ കണ്ടെത്തിയിരുന്നു. നിരവധി അന്താരാഷ്ട്ര ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. സിയൂസ് കാർട്ടൽ അടക്കമുള്ള അന്താരാഷ്ട്ര ലഹരി സംഘങ്ങൾക്ക് ഇന്ത്യയിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു നൽകാമെന്നും എഡിസൺ ഉറപ്പ് നൽകിയിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. കെറ്റാമലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല വഴിയായിരുന്നു ഇടപാടെന്നും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ 2 വർഷത്തിനിടെ 5 മുതൽ 10 കോടി രൂപയുടെ ഇടപാട് നടത്തിയിരിക്കാമെന്ന് NCB സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് എഡിസനെ പിടികൂടുന്നത്. 1127 LSD ബ്ലോട്ടുകളും 131.66 ഗ്രാം കെറ്റാമിനും 70 ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി, ഒരു ഹാർഡ്വെയർ വാലറ്റ് അടങ്ങിയ ലാപ്ടോപ്പും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ഡാർക്ക് നെറ്റ് ഇടപാടുകൾക്കായി വീട്ടിലെ മുറിയിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും കണ്ടെത്തി. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിൽ 28-ന് കൊച്ചിയിലെ 3 തപാൽ പാഴ്സലുകളിൽ നിന്നാണ് 280 LSD ബ്ലോട്ടുകൾ പിടിച്ചെടുത്തത്. അന്വേഷണത്തിൽ മൂവാറ്റുപുഴ സ്വദേശി പാഴ്സലുകൾ ഡാർക്ക് നെറ്റ് വഴി ഓർഡർ ചെയ്തതായി കണ്ടെത്തി. 29-ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്കി സാധനങ്ങൾ പിടിച്ചെടുത്തത്. ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ച പെൻഡ്രൈവ്, ഒന്നിലധികം ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ, ഇടപാടുകളുടെ വിവരങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ, ഒരു ഹാർഡ്വെയർ വാലറ്റ് എന്നിവയും കണ്ടെത്തി. വിപണനം ചെയ്യുന്ന മയക്കുമരുന്നിന്റെ തോതും വിലയും അടിസ്ഥാനമാക്കി ഡാർക്ക് നെറ്റിലെ കാർട്ടലുകൾക്ക് 1 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെ റേറ്റിംഗ് നൽകുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിലെ ഏക ലെവൽ 4 ഡാർക്ക് നെറ്റ് ഇടപാടുകാരനായിരുന്നു എഡിസൺ എന്നും NCB വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷമായി ഇവർ ഡാർക്ക് നെറ്റിൽ സജീവമാണ്. ഇംഗ്ലണ്ടിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചത്. LSD ബ്ലോട്ടുകൾ ഓരോന്നിനും 2500 മുതൽ 4000 രൂപ വരെ വിലയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് എഡിസന്റെ പങ്ക് NCB കണ്ടെത്തിയിരുന്നു. എന്നാൽ തെളിവുകളോടെ പ്രതിയെ പിടികൂടുക എന്നതായിരുന്നു വെല്ലുവിളി. ഇതിനായി തെളിവുകൾ ശേഖരിക്കാൻ അവസരം കണ്ടെത്തിയാണ് എഡിസനെ പൊക്കിയത്. ജൂൺ 28-ന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിലെത്തിയ 3 പാഴ്സലുകളിൽ 280 NBC സ്റ്റാമ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇത് എഡിസന്റെ പേരിലേക്കായിരുന്നു വന്നിരുന്നത്. അടുത്ത ദിവസമാണ് NBC സംഘം അയാളുടെ വീട്ടിലെത്തിയത്. ഉദ്യോഗസ്ഥർ കെറ്റാമലോൺ എന്ന പേരിനെക്കുറിച്ച് ചോദിച്ചറിയുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പിടിക്കപ്പെടില്ലെന്ന് അത്രയേറെ ഉറപ്പുണ്ടായിരുന്ന കാര്യത്തിനാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പൂട്ടിയിട്ടത്. എഡിസണിനൊപ്പം തന്നെ മറ്റൊരു മൂവാറ്റുപുഴ സ്വദേശിയും കസ്റ്റഡിയിലെടുത്തു. രാജ്യം മുഴുവൻ പടരാനൊരുങ്ങുന്ന ലഹരി ശൃംഖലയാണ് NBC വെളിപ്പെടുത്തലിലൂടെ തെളിയുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിൽ സജീവമാണ് എഡിസൺ. അതിനു മുമ്പ് ഏകദേശം 4 വർഷത്തോളമായി ലഹരി ഇടപാടുകൾ ഇയാൾ തുടങ്ങിയിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം നേടിയ എഡിസൺ ബംഗളൂരു, പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ലഹരി ഇടപാടുകൾ ആരംഭിക്കുന്നത്. ആദ്യം തുടക്കക്കാരെ കണ്ടെത്തി തുടങ്ങിയ വിൽപ്പന പിന്നീട് ഡാർക്ക് നെറ്റ് വഴി മരുന്നെത്തിക്കുകയായിരുന്നു. പിന്നീട് നാട്ടിൽ റെസ്റ്റോറൻറ്റ് തുറന്നുവെങ്കിലും കോവിഡ് സമയത്ത് അത് പൂട്ടി. പിന്നീടാണ് വീട്ടിൽ നിന്നും ലഹരി ഇടപാട് തുടങ്ങിയത്. എന്നാൽ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെന്നും എഡിസൺ എല്ലാം സമ്മതിച്ചെന്നും NBC പറയുന്നു. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മൊണേറോ പോലുള്ള ക്രിപ്റ്റോകളാണ്. കേരളത്തിൽ ഒരു വർഷത്തിൽ ശരാശരി പിടികൂടുന്നത് 1000 LSD സ്റ്റാമ്പുകളാണ്. എന്നാൽ ഇയാൾ ഒറ്റ ഇടപാടിൽ മാത്രം എത്തിക്കുന്നത് 1000-ലധികം സ്റ്റാമ്പുകളാണ്. തപാലും കൊറിയറും വഴി സ്വന്തം പേരിലല്ലാതെ ലഹരിമരുന്ന് എത്തിച്ച് അത് കൊണ്ടുവരുന്നവരെ ബന്ധപ്പെട്ട് വഴിയിൽ വെച്ച് വാങ്ങുന്നതായിരുന്നു പതിവ്.